experience. ഇറങ്ങി വാടാ, ഇറങ്ങി വാ. ഇതിനകത്ത് കിടന്ന നിനക്ക് ലോകം അറിയണ്ടേ? വാ. നൂറ്റിയെട്ട് ഇത് ഇടാൻ എന്ത് എളുപ്പമുണ്ട്, എടുക്കാനാണെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിൽ ഇടാതിരിക്കണതാണ് നല്ലത്. മേശപ്പുറത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ പിള്ളേർക്ക് ഇതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടറിയില്ലല്ലോ. അവസാനം വാ 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 വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ, വാ, അങ്ങനെ വാ. കൊറേ നേരം ആയല്ലോ തുറക്കാൻ തുടങ്ങിയിട്ട്. കിട്ടിയില്ലേ? ഓ, തുറന്നിട്ട് കാര്യം 108. 108 ആംബുലൻസ് അല്ലേ? ആരെങ്കിലും ചത്താ? ചത്തില്ല, മിക്കവാറും ചാവും. എന്താ പത്ര അത്യാവശ്യം? അത്യാവശ്യമുണ്ട്. ഇതുകൊണ്ടൊന്നും നടക്കൂല. ഓൺലൈനിൽ നീ ഒരു 500 രൂപ എന്തിനാ മടി കാണിക്കണ? ചോദിക്കാൻ ഇപ്പൊ തരാട്ടാ. ഞാനത് ഉണക്കാൻ വേണ്ടിയിട്ടേക്ക് വരുന്ന നനച്ചിട്ടേ. ഇത് കരിയണേനും എടുത്തു തരാം. 500 രൂപ. അതെ, ആക്കിയത് തന്നെയാ. സുഖം കിട്ടിയപ്പോ? നല്ല സുഖമുണ്ട്. ഓ, ഒരു 500 രൂപ ഒരു ഭർത്താവിനൊരു ആവശ്യം. തിരിച്ചു തരും, ഓസിനൊന്നും വേണ്ട. എനിക്ക് കൊറേ തിരിച്ചു കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിയാം തിരിച്ചു തരുമെന്ന്. ഒരു മനുഷ്യനൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ഈ ചോദിക്കണത്. നിന്റെ അടുത്ത് ചോദിക്കാതെ ഇതിനകത്തുള്ളത് എടുക്കാം. നിങ്ങൾ കൊണ്ട് തന്നാലല്ലേ എന്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ എനിക്ക് എവിടെ നിന്നുണ്ട് ഈ 500 രൂപ? എന്റെ കയ്യിൽ എവിടെ ഇരിക്കുന്നത്? ഇവിടെ മെഷീൻ ചവിട്ടലുണ്ടല്ലോ ഭയങ്കരമായിട്ട്. ഒരു നേരം ഒഴിവില്ല, ചവിട്ട് ചവിട്ട് ചവിട്ട്. അതിൽ നിനക്കൊന്നും കിട്ടണില്ലേ? ഈ വീട്ടിലെ പണിയും കഴിഞ്ഞിട്ട് ഇച്ചിരി സമയം കൊണ്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും കുറെ 20. ആ അവനുള്ളത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളും കൂടി നടന്നു പോകണം. അല്ലാതെ നിങ്ങൾ പാർട്ടി ഫണ്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നുകൊണ്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്. എന്നാ പിന്നെ അവൻ്റെ ഉണ്ടെങ്കിൽ ഒരു 500 രൂപ വാങ്ങിച്ചു. അയ്യേ അയ്യേ, നിങ്ങക്ക് നാണം ഇല്ലേ ക്ലീറ്റോ? കാണിക്കണതിന് ഞാൻ 5000 10,000 ഒന്നുമല്ലേ ചോദിച്ചു, ഒരു 500 രൂപ ചോദിച്ചുള്ളൂ. അത് തിരിച്ചും കൊടുക്കും. അവനടുത്ത് ഓൺലൈൻ വാങ്ങിച്ചാ. എന്തായാലും അവനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണതെന്നാണ് എപ്പോഴും പറയണത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഇരിക്കട്ടെ, മേടിച്ചോണ്ട് ഓൺലൈൻ. 5 ആണെങ്കിലും 10 ആണെങ്കിലും 50 ആണെങ്കിലും എനിക്ക് സൗകര്യമില്ല ആരുടെയും മുമ്പിൽ പോയി കഴിഞ്ഞിട്ട്. എടാ, നീയേ നിൻ്റെ മാമാരുടെ അടുത്ത് ചോദിര്. മാമാരുടെ അടുത്ത് ഒരു 5000 ചോദിര്. അപ്പം മാമ ഒരു 500 തരും. നീ വാങ്ങിച്ചാ? നിങ്ങൾക്കൊക്കെ എന്നും കാര്യത്തിന് ഇതിനിടയിൽ കഷ്ടം. പറയുമ്പോൾ അവിടെ 1000 മാമമാരും അച്ചമ്പിമാരും അളിയന്മാരും ഒക്കെ ഉണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ ഒരു 500 കിട്ടാൻ പോയി. ആ ആ ആ അപ്പം നമുക്ക് മീറ്റിംഗ് നാളത്തേക്ക് ആക്കാമെങ്കിൽ. ശരി ഞാൻ സാറേ, ഞാൻ വിളിക്കാം. നിൻ്റെ ഒരു 5000 രൂപ എടുക്കാം അവിടെ. അയ്യോ, എൻ്റെ 5000 ഇല്ല, ഒരു 500 ഉണ്ട്. അത് ഞാൻ അയച്ചു തരട്ടെ എന്ന് കേൾക്കാനല്ലേ? ആ നമ്പരൊക്കെ അതൊന്നും ഇട്ട് ആരും പൈസ തരൂല. പഴയ സാധനം കൊണ്ട് ഇറങ്ങിയേക്കാണ്. ഓരോ ആവശ്യങ്ങളെ ചേർത്ത് ആവശ്യം 500 കുഴപ്പമില്ല. തങ്കച്ചേട്ടൻ എടുത്ത് ചോദിച്ചത്. ഓ, ചോദിക്കണ്ടായിരുന്നു പിന്നെ തോന്നി. ഓ, നീ പറയാവുന്നില്ലടേ. ഒരു 500 രൂപ കഴിഞ്ഞാൽ വായിരിക്കണം മുഴുവൻ കേട്ടോളം പഴങ്കഥയും പുരാണവും ഒക്കെ പറഞ്ഞ് മനുഷ്യനെ നമുക്ക് നീ പറയില്ലേ ഉള്ളപ്പം നമ്മൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ടേ. പക്ഷെ അതൊന്നും ഇവരെ മനസ്സിൽ കാണൂല. നമ്മൾ അധ്വാനിക്കുന്നു, കൊണ്ടു കൊടുക്കുന്നു. പിന്നെ അവരെന്തെങ്കിലും ഒരു 500 1000 തന്ന അതിൻ്റെ കണക്ക് അയ്യോ എപ്പോഴും പോകുന്നത്. അതുകൊണ്ട് കാര്യമില്ലടേ. നിൻ്റെ ഉണ്ടായപ്പം എൻ്റെ ഇല്ല. പക്ഷേ 500 5000 5000 50,000 50,000 5 ലക്ഷം ആകാൻ പോകുന്നത് കിടുക്കൻ ഐഡിയ ഉണ്ട്. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. അത് നിനക്ക് പറയാം. ഒരു 500 തന്നിട്ടാണെങ്കിൽ അത് കേൾക്കാൻ ഒരു മൂടുണ്ടാവും. 500 തന്നിട്ട് പറഞ്ഞത് കേൾക്കാനുള്ള മൂഡ് നിങ്ങൾക്ക് പോകും. കാര്യം എൻ്റെ കയ്യിൽ 500 പോകുമ്പോൾ എനിക്ക് പറയാനുള്ള മൂഡ് പോലും. എൻ്റെ കയ്യിലെങ്കിലും പൈസ ഇല്ല. പക്ഷെ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പൈസ ഉണ്ടാക്കാം. ഇച്ചിരി സമയം തരാം. എന്താണ് സംഭവം? കാണിച്ചു തരാം. കണ്ടു. തോറ്റുപോയതിന്റെ പേരിൽ പരിഹാസം കേൾക്കേണ്ടി വന്നവരാണോ നിങ്ങൾ? പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും പറന്നുയരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ലക്ഷ്യസ്ഥാനത്തെത്തി വിജയകൊടി പാറിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ.
സുനിൽ ഭാസ്കർ. മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ 10 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഞാൻ റെഡിയാണ്. മാറാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആ പറഞ്ഞ ആളെ ശ്രദ്ധിച്ചതാരാന്ന് മനസ്സിലായി? മറ്റേ മൈക്ക് തീനി സുനി. ആവളപ്പ സുനി, നമ്മുടെ രമേശ് അണ്ണന്റെ അനിയൻ. അവനിപ്പോ എന്ത് ചെയ്താ പരിപാടി? അവനിപ്പോ കേരളം അറിയപ്പെടുന്ന തിരക്കേറിയ ഒരു മോട്ടിവേഷൻ സ്പീക്കർ. അവനാ? ഓ, ഒരു സിറ്റിങ്ങിന് ഒരാടെ 10,000 രൂപ അയാളുടെ ഓൺലൈൻ ക്ലാസ്സിന് മേടിക്കുന്ന അറിയാവോ? അവനൊക്കെ എന്റെ പ്രസംഗം കേട്ട് വന്നവന്മാരാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുള്ളി ഇപ്പൊ കിടുക്കാച്ചി 2 നിലയ്ക്കൊരു വീട്, 2 കളർ കാറ്, പിന്നെ PA, അസിസ്റ്റന്റ്മാർ, ലാപ്ടോപ്പ് ഒക്കെ വെച്ച വലിയ ഓഫീസ്, ഇതൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെ? ഈ മോട്ടിവേഷൻ പരിപാടിയും കൊണ്ടാ. എത്രയും പൈസ കിട്ടും? ഭയങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞു. നീ ഇപ്പൊ എന്നെ കൊണ്ട് കാണിച്ച് ഞാൻ എന്ത് ചെയ്യണം? അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വില മനസ്സിലായില്ലെന്ന് മനസ്സിലായി. ഈ പറയുന്ന നിങ്ങളുടെ പ്രസംഗം കണ്ട് അവൻ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വൻ ജനാവലിയെ നിങ്ങളുടെ പ്രസംഗമൊക്കെ കോരിത്തെരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഇതേപോലെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയിക്കൂടാ? മച്ചമ്പിക്ക് പറ്റും, മച്ചമ്പിയെ കൊണ്ട് പറ്റിക്കും, മച്ചമ്പിക്ക് സാധിക്കും. ചിന്തിച്ചു നോക്ക്. പറ്റും മച്ചമ്പി. ഇത് സംഭവം പ്രത്യേകിച്ചൊന്നും കണ്ട് പുള്ളി പറഞ്ഞു കേട്ടില്ലോ, എങ്ങനെ ഞാൻ പറയുന്ന ഐഡിയ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന വിഷയങ്ങളെ മാറ്റി രക്ഷപ്പെടാം. ഇതൊക്കെ പണ്ട് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. പക്ഷെ അത് പുള്ളി പ്രാബല്യത്തിൽ വരുത്തിയില്ലേ. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ തലമന്റെ ഐഡിയ ഉണ്ട്, പക്ഷെ നിങ്ങളത് ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നില്ല മച്ചമ്പി. നടക്കും. ഉദാഹരണത്തിന് നമ്മൾ ആദ്യമേ ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ ഓരോ പേജ് തുടങ്ങണം. എന്നിട്ട് മോട്ടിവേഷൻ സ്പീക്കർ ക്ലീറ്റസ് മത്തായി, അതൊരു ഒരു ചളിഞ്ഞ പേര്, പേരൊക്കെ മാറ്റണം. പിന്നെ പേരൊരു അട്രാക്ഷൻ, കിടുക്കാച്ച് പേരിടണം. പേര് കിടക്കല്ലേ? അതൊക്കെ 70 70s പേരുമായിട്ടുള്ള കളിയൊന്നും വേണ്ട, ആ പരിപാടി നടക്കൂല. ക്ലീറ്റസ് മത്തായി ക്ലീറ്റസ് മാത്യൂസ് അട്രാക്റ്റീവ് ആണ്. മോട്ടിവേഷൻ സ്പീക്കർ ക്ലീറ്റസ് മാത്യൂസ്. അങ്ങനെ ഒരു പേജ് തുടങ്ങണം. പേജ് തുടങ്ങിയിട്ട് പറയണം, എൻ്റെ 10 ഉപദേശങ്ങൾ കേൾക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം മാറിക്കിട്ടും എന്ന് പറഞ്ഞ് ഹെഡ്ലൈൻ കൊടുത്തിട്ട് ഒരു ചെറിയ പരസ്യം ഇടണം. ഈ പരസ്യം കണ്ടിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്ക് ആൾക്കാർ വിളിക്കും. അപ്പം 2 മണിക്കൂറുള്ള 10 പേരടങ്ങുന്ന ഒരു ബാച്ചിന്റെ ക്ലാസ് നമ്മൾ തുടങ്ങും. ഒരാൾക്ക് എൻട്രി ഫീ 2,000 രൂപ. 2,000 രൂപ തന്ന ആളുകൾ ഇതൊക്കെ കേൾക്കാൻ പോലും. നിനക്ക് പ്രാന്തുണ്ടാ? എന്റെ പൊന്നുമച്ചമ്പി സുനിൽ വളപ്പ ഈ വാവളപ്പ് ഒരാടെ 10,000 രൂപ മേടിക്കുന്ന അറിയാവോ? പിന്നെ ഇവന്റുകാർ കൊണ്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ അടുത്ത് ഓരോ കുട്ടികൾ 100 കണക്കിന് പിള്ളേരെടുത്ത് ലക്ഷങ്ങളാണ് മേടിക്കുന്നത്. വിദേശത്ത് ഇവിടെ പറന്ന് കിടക്കുക. അച്ഛൻ വിദേശം വിടും, ഇവിടുന്ന് ചെയ്യാൻ പറ്റും. സംസാരിക്കാനൊക്കെ എനിക്ക് പറ്റും. പക്ഷെ 10 രൂപ മേടിക്കുമ്പോൾ ഇവിടെ 2 രൂപയ്ക്ക്. എവിടെ മലയാളികൾ വില കുറേ, റേറ്റ് എവിടെ കുറവുണ്ട് അവിടെ അല്ലേ പോന്നേ. 10 പേര് മതി. ഈ 10 പേര് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ 10 പേരോട് പറയും, അവരത് 100 പേരോട് പറയും. അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഈ തല്ലിപ്പള്ളി വീട് കളഞ്ഞിട്ട് നല്ല കിടക്കാച്ച് ഫ്ലാറ്റ് കയറി താമസിച്ചു വിടും. നിങ്ങൾക്ക് പറ്റും. അല്ല, നീ ഉച്ചക്ക് കഴിക്കാൻ ഇങ്ങോട്ട് വരുവോ? കഴിക്കാനുണ്ടോക്കണോന്ന് ഇവിടെ? വേണ്ടമ്മ, ഞാൻ കാര്യം വെച്ചോളാമല്ലോ. വെറുതെ അമ്മയുടെ ബുദ്ധിമുട്ടുണ്ടതിന് ഉള്ളതുകൊണ്ട് കഴിക്കാമല്ലോ. നമുക്ക് തൈലോ വല്ലോ എന്തെങ്കിലും വേണമെങ്കിൽ മറ്റേ കാൽപ്പിട്ട തൈലം ഉണ്ടല്ലോ, മുട്ടിന്റെ മരുന്നുണ്ട്, തീർന്നില്ല. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അവനൊന്നും വേണ്ട ഇപ്പം. കനക പോലെ 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 ഇതൊക്കെ നിങ്ങളുടെ കൂട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാ അലവരാതികളും നിങ്ങളെ പറ്റി കുറ്റപ്പെടുത്തി, നിങ്ങളെ ഒറ്റപ്പെടുത്തി പലതും പറയും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമുക്ക് നമ്മളിലൊരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. കോൺഫിഡൻസ് ഉണ്ടായിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വേണം. എനിക്കത് പറ്റും, ഞാനത് ചെയ്യും, ഞാനത് ചെയ്തിരിക്കും, എന്നെ കൊണ്ട് കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ്, വിശ്വാസം, അത് വേണം. ഈ മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ട് അതെനിക്കറിയാം. മനോഹരമായിട്ട് സംസാരിച്ചിരിക്കുന്നേടാ. സംസാരിക്കാൻ എടുക്കാനല്ലേ, സംസാരിച്ച് വീഴ്ത്താനും എടുക്കണം. അങ്ങനെ വീഴ്ത്തിയല്ലേ അവളാ? അയ്യാ, എന്ത് വീഴ്ത്തിയത്? ഇത് ഉടായിപ്പല്ല ആവാതിരുന്നാ മതി കേട്ടാ. ഒരു ഉടായിപ്പല്ല ഇത്, മറ്റേ ഇത് മോട്ടിവേഷൻ ക്ലാസ്. അവനോട് സ്വയം കണ്ണാടി നോക്കി ആദ്യം പറയാൻ പറ. നീ ഒന്ന് പൊയ്ക്കേ, നീ നിന്റെ കാര്യം നോക്കി പോ. അയ്യോ, എല്ലാത്തിനും അവനന്വേഷിച്ചൊന്നല്ല. എന്താ ക്ലീറ്റസ് മാത്യു സാറിന്റെ വീട്? മാത്യൂസ്
ക്ലീറ്റാണ്. ആ ക്ലീറ്റസിന്റെ വീട് താഴെ തന്നെ. വായോ വായോ. താങ്ക് യു സർ. ഇതിൽ കൂടെ ഓരോരോ ഉടായ്പകള്. ഉടായിപ്പ എന്തോന്നടാ? പിന്നല്ല അമ്മ പപ്പയുടെ പേരെന്തിനാ മാറ്റിയത്? അപ്പയുടെ പേര് മാറ്റിയാ? എടാ ഓരോരോ സാധനം വരുമ്പോഴത്തേക്ക് അവർ അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് തന്നിരിക്കും. സാധനം വരുമ്പോ തന്തയുടെ പേരാണോ മാറ്റുന്നത്? പിന്നെ സന്ധ്യയുടെ പേരൊന്നും മാറ്റിയതൊന്നുമല്ല. അവരുടെ സ്ഥാന പേരായിരിക്കും എന്തെങ്കിലും. എന്നാണ് അവന്റെ പേര്. ഇപ്പൊ അറിയപ്പെടുന്ന ക്ലീറ്റസ് മാത്യൂസ്. യുവർ ഗുഡ് നെയിം പ്ലീസ്? ശിവ. 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 നൈസ് നെയിം. യുവേഴ്സ്? സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ശിവ. ശിവ സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ശിവ. ഗുഡ്. നല്ല കോമ്പിനേഷൻ. താങ്ക് യു സർ. പിന്നെ നിങ്ങൾ രാവിലെ വിളിച്ചിരുന്നു, വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എല്ലാം മനസ്സിലായി കാണുമല്ലോ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഒന്നും ചെയ്യുന്നില്ല. ഞാനും ഒന്നും ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും ഓട്ടോമാറ്റിക്കലി. അതാണ് എൻ്റെ ക്ലാസ്സിൻ്റെ വലിയൊരു പ്രത്യേകത. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി മറ്റുള്ളവരെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ചെയ്യുന്ന പോലെ വലിച്ചുവാരി ആളെ കൂട്ടുന്ന ഒരു പ്രവണത എനിക്കില്ല. കാരണം എനിക്കതിനോട് യോജിപ്പില്ല. മണി മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ അറിവ് പകർന്നു കൊടുക്കുന്നവർക്ക് അത് മനസ്സിലാവണം, അവരത് ഉൾക്കൊള്ളണം. ഈ ഒരു ബാച്ചിൽ തന്നെ ഒരുപാട് ആളെ കൂട്ടിയാൽ ചിലപ്പം ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇപ്പോൾ 8 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ രണ്ടും കൂടെ ആയപ്പോൾ 10 ആയി. 10 വെച്ച് ഞാൻ ക്ലോസ് ചെയ്യും. 10 പേര് അറ്റ് എ ടൈമിൽ ഞാൻ ക്ലാസ് കൊടുക്കും. അപ്പോൾ എന്നാൽ പിന്നെ നാളെയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. ഒരു എക്സാക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? എന്നാൽ പിന്നെ ഐശ്വര്യമായിട്ട് എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷമായിട്ട് വെച്ചോളൂ. ഇത് സത്യത്തിൽ ഇതങ്ങനെ ഇതല്ല ഒരു പ്രതിഫലം എന്ന് പറയരുത്. ഇതൊരു സോഷ്യൽ സർവീസ്. സാധാരണ നിങ്ങൾക്ക് അറിയാലോ, ഓരോ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് മേടിക്കുന്നത് വെച്ചിട്ട് ഇതൊന്നുമല്ല. ഇത് ജസ്റ്റ് നമ്മുടെ ആ ഒരു ക്ലാസ്സിനും ആ ഒരു ഇതിനൊക്കെ വേണ്ടിയുള്ളൊരു ചിലവിൻ്റെ തുക മാത്രമേ ഞാൻ മേടിക്കുള്ളൂ. എനിക്കതങ്ങനെ ഇഷ്ടമല്ല, അങ്ങനെ ആൾക്കാരെ ഒന്ന് പിഴിഞ്ഞ് മേടിക്കുക. കഷ്ടപ്പെടുകയല്ലേ എല്ലാവരും പൈസ ഉണ്ടാക്കാൻ. പിന്നെ നിങ്ങൾക്കെല്ലാം ഒരു നല്ല അടിസ്ഥാനം തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ഉറപ്പായിട്ട് ഞാൻ തന്നിരിക്കും. ഓക്കെ, വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അഞ്ഞൂറ് 500 500 500 500 500 500 500. എടീ, നിന്നോട് ഞാൻ ഒരു 500 ചോദിച്ചപ്പോൾ നീ എന്നെ പുച്ഛിച്ച് തള്ളി അല്ലേ? ഇല്ലാഞ്ഞിട്ടല്ല, നിന്റെ ഉണ്ടായിരുന്നിട്ട് മനഃപൂർവ്വം തരാത്തതാണ്. ഇതിപ്പോ കണ്ടാ നീ എത്ര 500 എൻ്റെ കയ്യിൽ വന്നത് വേണ്ട. നാളെ നീ നോക്കിക്കോടി, ഈ 500 ഒരു കൂമ്പാരമായിരിക്കും. അതെല്ലാം കൂടെ ചേരുമ്പോൾ ഇപ്പതേ 1000 ഇനി അത് 10,000 ആവും, അത് ലക്ഷമാവും, പിന്നെ അത് കോടിയാവും. എന്നിട്ട് നിന്റെ ആങ്ങളെ പോലീസുകാരൻ്റെ മുമ്പിൽ ഞാനൊരു വിലസ് വരും. പ്രിയരെ, നമ്മളിന്നിവിടെ കൂടിയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ക്ലീറ്റസ് സാറ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ വന്നിട്ട് അങ്ങേർക്ക് ജീവിതാനുഭവത്തിലുണ്ടായ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വെട്ടം അത് വീഴുമെന്നുണ്ടെങ്കിൽ അത് ഗുണപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ക്ലീറ്റസ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ക്ലീറ്റസ് സാർ. അങ്ങനെയുണ്ട്, ബഹുമാനിക്കണം. Morning, friends. Good morning. Sit down. First of all, I am going to introduce me. My name is Cletus Matthews. Matthews. This is my brother Ronald. Actually, see, I am here to share some knowledge
which I got from my... കൂടുതൽ ഇംഗ്ലീഷ് വേണ്ട, മലയാളികളോ കൂടുതൽ ഇംഗ്ലീഷ് വേണ്ട, ഒന്നുമില്ല. പഠിച്ചു വെച്ചേക്കണം അത്ര ഒന്ന് പറഞ്ഞോട്ട്. ഡിസ്കസ്. So, I am here to share some knowledge that I got from my life experience. അതാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ലളിതമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ നമ്മുടെ മാതൃഭാഷ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ? അതല്ലേ കുറച്ചുകൂടെ സൗകര്യം, കംഫർട്ടബിൾ അല്ലേ? നീല ഭയങ്കര ഇഷ്ടമാണ്. മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ? അറിയാമോ മോട്ടിവേഷൻ എന്താണ്? അതായത് നമുക്കൊരു പ്രോത്സാഹനം, ഒരു പിന്തുണ, അതൊക്കെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സി, അപ്പോൾ ജീവിത വിജയത്തിൻ്റെ ആദ്യത്തെ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളണം, കേട്ടല്ലോ? ടിപ്പ് കൊടുക്കുന്ന കാര്യം. ബിലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കെ പറയൂ, നിങ്ങൾ പതറരുത്, ഉറക്കെ പറഞ്ഞു. എന്താണ്? വിശ്വാസം. അതല്ലേ അല്ല, ആദ്യം വേണ്ടത് നിങ്ങൾ വിശ്വസിക്കുക. നമ്മൾ അടുത്തത് നമ്മൾ റീഡിങ്. എന്താണ് റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായന. ഉറക്കെ വായനാശീലം. ഗുഡ്. വായനാശീലം, അതിനെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതാ പറഞ്ഞത്. വായന ഇല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുടെ മുമ്പ് പലതും ഒന്നും അറിയാതെ നമ്മൾ ഇങ്ങനെ വളഞ്ഞ് മുട്ടുകുത്തി നിൽക്കേണ്ടി വരും. ആ ഒരു സാഹചര്യം വെക്കരുത്. ലൈഫിൽ വായിക്കണം, എന്ത് കിട്ടിയാലും വായിക്കണം. ഇപ്പോൾ ഒരു മീൻ പൊതിഞ്ഞുകൊണ്ടുള്ള പേപ്പർ കിട്ടിയാൽ അത് വായിക്കണം. ഇല്ല മുട്ടായി മേടിച്ചുള്ള പേപ്പർ, അത് പലവ്യഞ്ജനം പൊതിഞ്ഞുകൊണ്ട് എന്ത് കിട്ടിയാലും അതിലുള്ള എന്താണെന്ന് വായിക്കണം. വായന നമുക്കൊരു ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് ലൈഫിൽ നിങ്ങൾ വായന ഒരു ശീലമാക്കണം കേട്ടാ. സാർ, എൻ്റെ ഇൻസ്പിറേഷൻ അറ്റോമിക് ഹാബിറ്റ്സ് ആണ്. സാറിനായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏതൊക്കെ ബുക്സ് ആണുള്ളത്? ബുക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് ബുക്സ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ബുക്സ് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പാടായി. ദുരിതവും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും, മാറി കൊടുക്കാൻ വസ്ത്രങ്ങളില്ല, ഭക്ഷണമില്ല, ഒരു നേരം കിട്ടിയാൽ കിട്ടി, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലാണല്ലോ ഞങ്ങളൊക്കെ ജീവിച്ചത്. അപ്പം അന്ന് ഈ ബുക്കൊന്നും മേടിക്കാൻ ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെന്താ, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ രാജേഷ്, സുരേഷ്, പ്രതീഷ്, അവരുടെ കയ്യിൽ നിന്നും പുസ്തകങ്ങൾ മേടിക്കും. അപ്പം അവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന പുസ്തകങ്ങൾക്ക് പലതിനും ഫ്രണ്ട് പേജ് കവർ ഉണ്ടാവാറില്ല. ആരെഴുതിയതാണെന്നോ പുസ്തകത്തിന്റെ പേരെന്തെന്നോ പോലെ പേജുകൾ മാത്രമേ. പക്ഷെ അതിനകത്തുള്ള അനുഭവങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. രണ്ട് ബുക്ക് രണ്ട് ബുക്കിന്റെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ബൈബിള് ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. ഞാൻ പോയി ചായയും ബിസ്ക്കറ്റും എടുത്തോണ്ട് വരാം.
പെട്ടെന്നൊരു ചുമ. അതെ, ഞാൻ അടുത്ത ക്ലാസ് വരുമല്ലോ, അപ്പോഴത്തേക്ക് മോന് ഞാൻ എല്ലാവർക്കും കുറച്ച് പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് തരാം, ബുക്കുകളുടെ റെഫർ ചെയ്യാനായിട്ടുള്ള. ഇല്ല സാർ, ഇപ്പോൾ ഒരു ബുക്കെങ്കിലും പറയണമായിരുന്നു. അതുപോലെ ഒരു പേരെങ്കിലും പറ സാറേ, ഇത് എന്ത് മര്യാദകളായി കാണിക്കുന്നത് സാറേ? ഒരു ഡൗട്ടല്ലേ ചോദിച്ചോണ്ട്. ഹലോ, ആ ഇറങ്ങി വളി കിട്ടും. എവിടെ നീ ഇറങ്ങി വാ. എന്തുവാടേ ഇത്? നീ ഇവിടെ വന്ന് നിന്നിട്ട് എന്നെ വിളിക്കാനാണെങ്കിൽ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ടൈം ആൻഡ് മണി ബോത്ത് ആർ പ്രഷ്യസ് ഇഫ് ഇറ്റ്സ് യുവേഴ്സ് ഓർ മൈൻ. അതായത് പൈസയും സമയവും അമൂല്യമാണ്. അത് നിൻ്റെതാണെങ്കിലും എൻ്റെതാണെങ്കിലും. ഇപ്പം നീ വിളിച്ച കോളിന് പൈസയാവും ഇല്ലേ, അതിന് സമയം കുറച്ച് വേസ്റ്റ് ആകും, ഇതെല്ലാം വേസ്റ്റ് ആണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കുക. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, എനിക്കറിയാം ടൈം ആൻഡ് ടൈഡ് ഈസ് നെവർ വെയിറ്റിംഗ് ഫോർ എ മാൻ. സമയവും കാലം ആർക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. ഐ നോ വാട്ട് യു മീൻ ഈസ് ഐ മീൻ. നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. എന്തിന്? പോലീസുകാർക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അയ്യോ, ക്ലാസ് എടുക്കാനായിരിക്കും. അളിയാ, വേറൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും പറ്റില്ല. നാളെ ഇല്ല, മറ്റന്നാൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ വേറൊരു കാര്യം അവരോട് പറയുക, എൻ്റെ 1 hour ക്ലാസ്സിന് പെർ ഹെഡിൻ്റെ 2000 ആണ്. അത് അളിയൻ്റെ ബന്ധത്തിന്റെ പുറത്ത് ഒരു 1000 ചെയ്ത് കൊടുക്കാം. നിനക്ക് കമ്മീഷൻ വല്ല വേണോ? അല്ല, അത് വേണ്ട. പക്ഷെ പ്രശ്നം അറിയാം, ക്ലാസ് എടുക്കണം. പക്ഷെ നീ അവർക്ക് എടുക്കണ്ട, അവർ നിനക്കെടുക്കും. അവർ നിനക്ക് ക്ലാസ് എടുക്കും. എനിക്കോ? എന്തിനാന്ന് വെച്ചാല് പൊതുജനങ്ങളുടെ മുന്നിൽ മോട്ടിവേഷണൽ സ്പീക്കറാണെന്ന് പറഞ്ഞു നടത്തി പരസ്യം ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കബളിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി അവിടെ വന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇപ്പം ഞാൻ വണ്ടി എന്നെ ഓഫീട്ടാണ് വന്നത്. ഇവിടെ വീട്ടിൽ വേറെ ആരും അറിയാതിരിക്കാനാണ്. ഇപ്പം എൻ്റെ കൂടെ വന്നാൽ നമുക്ക് പോയി സോൾവ് ചെയ്ത് തിരിച്ചു വരാം. ഈ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആരോപണം മറ്റൊരാളുടെ മേൽ ചാർത്തുമ്പോൾ അയാൾ കുറ്റവാളിയാണ് എന്നുള്ള നിങ്ങളുടെ പോലീസുകാരുടെ നിഗമനം അത് തെറ്റാണ്. അല്ല, ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ആരുടെയോ മേൽ ചുമത്തിയതല്ല. അനുഭവസ്ഥർ സ്റ്റേഷൻ മുന്നിരിപ്പുണ്ട്. നിന്നാൽ പറ്റിക്കപ്പെട്ടവർ സ്റ്റേഷൻ ഇരിപ്പുണ്ട് പരാതിയുമായിട്ട്. ഇപ്പൊ എന്റെ കൂടെ വന്നാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ വരില്ല. ഇല്ല. ഇപ്പൊ വന്ന സ്റ്റേഷനിൽ പോയി എന്റെ സാന്നിധ്യത്തിൽ സോൾവ് ചെയ്ത് വരാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് വലിയ വണ്ടിയും കൂട്ടി ഇവിടെ വരും. നാട്ടുകാരെയും വീട്ടുകാരെ അറിയിച്ച് നിന്നെ അവരുടെ മുന്നിലൂടെ നടത്തിക്കൊണ്ടുപോകും. സ്റ്റേഷനിൽ പോ, ആരും വരില്ല. പോവാ. പിന്നെന്താ, ഞാനേ ഡ്രസ് ഒന്ന് മാറിയിട്ട് വന്നു. ടൈം ആൻഡ് ടൈഡ് ഈസ് നെവർ വെയിറ്റിംഗ് ഫോർ എ മാൻ. സമയമില്ല. ഹെൽമെറ്റ് അതിനേക്കാളും വലിയ കുറ്റം ചെയ്തിരിക്കുന്നത്. ഈ ഫോൺ പിടിക്കുക. ഓ പിറകെന്ന് വിളിച്ച്. പിറകെന്നല്ല, മുമ്പേന്നാ വിളിക്കുന്നത്. പിന്നെ ഒരു സഹായം വേണം. ഞങ്ങളുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം, ക്ലീറ്റോന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കേൾക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ക്ലീറ്റോ വന്നോളൂ എന്ന് പറഞ്ഞു. പൈസ ഒരുപാടില്ലാട്ടെ, 2000 രൂപ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല, 500 രൂപ വെച്ചേ തരുവുള്ളൂ. അപ്പൊ നാളെ പറയട്ടെ, അത് ഇന്ന് വരാൻ പറ്റുമോ? ഞാനിപ്പോ അളിയന്റെ കൂടെ പോലീസുകാർക്ക് ഒരു ക്ലാസ്സിന് പോണുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് അത് പ്ലാൻ ചെയ്താൽ പോരെ സംഘം? മതി. വണ്ടി എടു, വന്നിട്ട് തീരുമാനിക്കാം. എന്തായാലും പിടിച്ചിരുന്നോ? ചെറിയ വണ്ടി ആയിപ്പോയാ? കുഴപ്പമില്ല, ഇത് മതി. എന്റെ ഈശ്വരാ, എന്റെ പ്രാർത്ഥന കേട്ട്. മോട്ടിവേഷൻ ക്ലാസ്സിൽ കൂടെ എന്തായാലും ക്ലീറ്റോ പിടിച്ചു കയറും. Aliens.